ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പുഡിങ്ങാണ്. നമ്മൾ കാരമൽ സേമിയ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അതും നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ കാരമലിൻ്റെ ടേസ്റ്റൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് മിൽക്ക് മെയ്ഡും അതേപോലെ വിപ്പിംഗ് ക്രീം, പിന്നെ കാരമൽ ചെയ്തെടുക്കാനുള്ള പഞ്ചസാര, പിന്നെ സേമിയ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മളൊരു 3/4 കപ്പോളം പഞ്ചസാര എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. കുറച്ച് അടി കട്ടിയുള്ള ഒരു ഫ്രൈ പാൻ എടുക്കണം കേട്ടോ. കാരണം കാരമൽ നല്ലോണം കട്ടിയായി പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് അത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കാരമൽ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് സെറ്റായി കുറച്ച് ടൈം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പഞ്ചസാര കാരമലായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര അത്യാവശ്യത്തിന് കാരമലൊക്കെ ആയി വന്നിട്ടുണ്ട്. എല്ലാ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമിയയാണ്. അപ്പോൾ അതൊരു കപ്പോളം നമ്മൾ എടുക്കണുണ്ട്. 250 ml ഒരു കപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കാഷ്നട്ടോ അതേപോലെ നമുക്ക് പീനട്ടോ എന്തുവാണെങ്കിലും നമുക്ക് ചേർക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ഇത് കട്ട പിടിക്കും. എന്തായാലും നമുക്കിത് കട്ട പിടിച്ചിട്ട് കിട്ടും വേണം. കാരണം ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 250 ml കപ്പിലെടുത്ത എല്ലാ സേമിയയും നമ്മൾ ഈ പുഡിങ്ങിലേക്ക് എടുക്കണില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കും. അത് നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ ഒരു എന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇടയിലൊക്കെ ഒന്ന് കടിക്കില്ല. അപ്പോൾ അതേപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി ആ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് എടുക്കണമല്ലോ കേട്ടോ. അത് നമ്മൾ എന്നിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്ട അത്രയും എടുക്കണമല്ലോ. അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ ഈ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പാലൊഴിക്കുമ്പോൾ ഈ ഒരു സംഭവം പെട്ടെന്ന് കട്ട പിടിക്കും. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഇതിൽ മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പുറത്ത് വെച്ച് നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒഴിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ്. നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണെങ്കിലും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. എന്നാലും കുറച്ച് കട്ട പിടിക്കും കേട്ടോ. നമ്മൾ ഈ ഇതിലേക്ക് വെള്ളം ഇതുപോലത്തെ ഒക്കെ ഒഴിക്കുമ്പോൾ നമ്മളിത് കാരമലായിട്ട് ഇരിക്കണതല്ലേ, അപ്പോൾ കുറച്ച് ഇങ്ങനെ കട്ട പിടിക്കും. അതൊന്ന് ഈ ഒരു പാല് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു സേമിയ അലിഞ്ഞ് നമ്മളെന്താ പറയുക, മിക്സ് നല്ല ലെവലിൽ തന്നെ ഇത് പാലിലേക്ക് മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ആ സേമിയൊക്കെ പാലിൽ മിക്സായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചത്തെ ടൈം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ ഇതിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജലാറ്റിനോ അതേപോലെ ചൈന ഗ്രാസോ അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവറോ ആരോറൂട്ടിൻ്റെ പൗഡറോ അങ്ങനത്തെ ഒന്നും നമ്മളിത് യൂസ് ചെയ്യണില്ല. കാരണം ഇത് സേമിയ ഓൾറെഡി തന്നെ നമുക്കൊരു തിക്നെസ് കിട്ടും. പിന്നെ ഇനി അതിലേക്ക് നമ്മൾ കുറച്ചൊരു ടിന്നോളം നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മധുരത്തിന് നമ്മൾ മധുരം ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് സെറ്റായിട്ട് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു സേമിയയുടെ മിക്സ് നല്ല സെറ്റായിട്ട് വെന്ത് വരുന്നപ്പോൾ നല്ല കുറുകിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊന്നും ഇതൊന്ന് കട്ടിയാവാൻ വേറൊന്നും യൂസ് ചെയ്യേണ്ട. ഇനി നമുക്കൊരു ട്രയൽക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റാക്കാൻ വെക്കുകയാണ്. ഇതാദ്യം നമ്മൾ ഇതേപോലെ ഒരു ട്രയൽക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മളിതിൻ്റെ മേലെ പിന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല പോലെ ചൂടാറിയില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആ ഒരു ഭംഗി പോവും. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തേക്കാം.
പുറത്തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ചൂടാറാനേ പുറത്തന്നെ വെച്ചിട്ട് ആ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് പെട്ടെന്ന് ചൂടാറി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി അതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് നല്ല എന്താ പറയുക, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചൈന ഗ്രാസും ജലാറ്റിനും അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു എന്താ പറയുക, നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇനി വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇനി അതിൻ്റെ മേലെ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സേമിയ നമ്മൾ കാരാമൽ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി ഈ വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം പിന്നെ നമ്മളിതൊന്നൊരു 1 മണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെക്കണം. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. ക്രീമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളത് ഇടുന്നത്. അത് നല്ല കട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മളത് ഇടുകയാണ്. അപ്പോൾ നട്ട്സുകൾ കൂടുതലുണ്ടെങ്കിൽ ഇട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇത് നമ്മൾ ക്രഷ് ചെയ്തിടുമ്പോൾ ഈ നട്ട്സുകളും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.